അല്പസമയം മുൻപാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒരു വിവാദത്തിനോ ഒരു തർക്കത്തിനോ ഒന്നും ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ എനിക്കുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കും അതുണ്ടാവും. മറ്റൊന്നുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ജയിച്ചില്ല. പക്ഷേ എല്ലായിടത്തും അവർ മത്സരിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ജയസാധ്യതയോ വോട്ടിൻ്റെ കണക്കോ ഒന്നും പരിശോധിക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന മുന്നണിയാണ് BJP മുന്നണി. എന്നാൽ ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അക്കാര്യത്തിൽ അവർ അറച്ചു നിൽക്കുകയായിരുന്നു. അവർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം വലിയ ചർച്ചാ വിഷയമായി മാറി. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ അറച്ചു നിൽക്കുന്നത് എന്ന സംശയം എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മത്സരിക്കുന്നുണ്ട് എന്ന്. ഏതൊരാൾക്കും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിൽ നമുക്കൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേട്ടപ്പോഴാണ് BJPക്ക് മത്സരിക്കാൻ UDF ഒരു സ്ഥാനാർത്ഥിയെ സംഭാവന ചെയ്തിരിക്കുകയാണ് എന്ന് മനസ്സിലായത്. ഇതൊരു UDFൻ്റെ സംഭാവനയാണ്. അത് അദ്ദേഹം തന്നെ, ബഹുമാന്യനായ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു, അദ്ദേഹം UDF ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംഭാവനയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ആലോചനകൾ എന്നത് UDFും BJPയുമാണ് ഇനി ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. അതുമാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ അഭിപ്രായപ്പെടുന്നുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വം BJP അംഗത്വം എടുത്തിട്ടില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നാണ് പറയുന്നത്. BJP അംഗത്വം എടുക്കുന്നതിന് മുൻപ് തന്നെ BJP ദേശീയ നേതൃത്വം താമരചിഹ്നം നൽകുകയാണ്. അതെ, ഇതൊക്കെ ഈ നിലമ്പൂരിലെ ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തും. കാരണം UDFിലെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹം അംഗത്വം രാജിവെച്ചതായി പറഞ്ഞു കേട്ടില്ല, ഇനിയിപ്പോൾ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിലവിൽ UDFിലെ ഒരു കക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതൊരു വിചിത്രമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. ജനങ്ങളുടെ മുൻപാകെ ഈ നാടകങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും. കിഴക്കൻ ഏറനാട്ടിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളാണ്. അത് പരിഹസിക്കരുത്. അവരുടെ ജനാധിപത്യ പ്രബുദ്ധതയെ കുറച്ച് കാണിക്കുകയും വരുത്. ജനങ്ങളുടെ മുൻപാകെ ഇവർ വിശദീകരിക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഈ BJP ഇപ്പോൾ കുറച്ചുകൂടി ക്രൈസ്തവ പ്രാതിനിധ്യം നൽകുന്ന ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ആ വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി കൂടി വരുന്നത്. ആ വിഭാഗത്തിൽ നിന്നെങ്കിലും കുറച്ചുകൂടി അധികം വോട്ടുകൾ സമാഹരിക്കാമെന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അവരെന്ത് ലക്ഷ്യമിടുന്നു എന്നുള്ളത് അവരുടെ ഒരു കാര്യമാണ്. പക്ഷേ ഈ രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ സംഘപരിവാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ശരിയായി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. അതൊന്നും ആരും അങ്ങനെ മറന്നു പോകുന്ന കാര്യമല്ല. ഓക്കെ.